പറഞ്ഞാൽ അനുസരിക്കാത്ത താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് പകരക്കാരെ കണ്ടെത്താൻ രാജ്ഭവൻ നീക്കം തുടങ്ങി. ഇതിനുവേണ്ടി പേരുവിവരങ്ങളിൽ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകണമെന്ന തൻ്റെ നിർദ്ദേശം അനുസരിക്കാത്ത താൽക്കാലിക VC-മാരെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നീക്കവും തുടങ്ങി. നിയമോപദേശം തേടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. സർവകലാശാല പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിന് 2 സർവകലാശാലകളുടെ VC-മാർ സെനറ്റ് യോഗം വിളിച്ചിട്ടുണ്ട്. കേരളയിൽ 16-നും കാർഷിക സർവകലാശാലയിൽ 9-നുമാണ് യോഗം. കണ്ണൂരിൽ സെനറ്റ് രൂപീകരണം പൂർത്തിയായാൽ ഉടൻ യോഗം വിളിക്കും. അതിനപ്പുറത്തേക്ക് ഒരു സർവകലാശാലകളും നടപടികൾ തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ബദലിനെക്കുറിച്ചുള്ള പരിശോധന. നിയമസഭ പാസാക്കിയ ബില്ലിനൊപ്പം നിൽക്കുന്നവരാണ് ബാക്കി VC-മാർ. ഗവർണർ ആ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അതിൽ തീരുമാനം വൈകും. അതുവരെ വിഷയത്തിൽ ഇടപെടാനാണ് ഗവർണറുടെ തീരുമാനം. സർവകലാശാലയുടെ പ്രതിനിധിയെ നൽകണമെന്ന് കേരള, MG, കുസാറ്റ, കണ്ണൂർ, മലയാളം, സാങ്കേതിക, കാർഷിക, ഫിഷറീസ് സർവകലാശാലകളുടെ താൽക്കാലിക VC-മാരോടാണ് ഗവർണർ ആവശ്യപ്പെട്ടത്. 29-ന് മുൻപ് യോഗം വിളിച്ച് പ്രതിനിധിയുടെ പേര് നൽകണം. അതിനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ സുപ്രീം കോടതി, ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് VC നിയമനവുമായി മുന്നോട്ട് പോകും. ഇതിനൊപ്പം താൽക്കാലിക VC-മാരെ മാറ്റുകയും ചെയ്യും. അവരെയും VC-മാരായി പരിഗണിക്കില്ല. പട്ടിക കൊടുക്കുന്നവർ പിണറായി സർക്കാരിന് മുന്നിൽ ശത്രുക്കളാകും. ഇതുകൊണ്ടാണ് അവർ പട്ടിക നൽകാത്തത്. കേരള സർവകലാശാല VC നിയമനം പരിഗണിച്ച ഹൈക്കോടതി 1 മാസത്തിനുള്ളിൽ സെനറ്റ് കൂടി സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്ന് വിധിച്ചിട്ട് മാസങ്ങളായി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ UGC നിയമമനുസരിച്ച് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് അന്നത്തെ വിധിയിൽ പറയുന്നു. ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും പിന്നീട് അപ്പീൽ പിൻവലിച്ചു. കേരള സർവകലാശാല VC നിയമനം പരിഗണിച്ച ഹൈക്കോടതി 1 മാസത്തിനുള്ളിൽ സെനറ്റ് കൂടി സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്ന് വിധിച്ചിട്ട് മാസങ്ങളായി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ UGC നിയമമനുസരിച്ച് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന അന്നത്തെ വിധിയിൽ പറയുന്നു. ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയെങ്കിലും പിന്നീട് അപ്പീൽ പിൻവലിച്ചു. ഫലത്തിൽ സിംഗിൾ ജഡ്ജിയുടെ വിധി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാമെന്നാണ് രാജ്ഭവന് കിട്ടിയ നിയമോപദേശം. സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ വിട്ടിരിക്കുകയാണ്. ഇതിനെതിരെ നൽകിയ കേസ് സുപ്രീം കോടതിയിലുള്ളതിനാൽ പ്രതിനിധിയെ നൽകേണ്ട കാര്യമില്ലെന്നാണ് ഇടതു സർക്കാരിൻ്റെ വാദം. എന്നാൽ VC നിയമന നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല പ്രതിനിധിയുടെ പേര് നൽകാൻ താൽക്കാലിക VC-മാർ ബാധ്യസ്ഥരാണ്. വീഴ്ച വരുത്തിയാൽ ഗവർണറുടെ നടപടിക്ക് പുറമെ കോടതി ലക്ഷ്യത്തിനും സാധ്യതയുണ്ട്. സർവകലാശാല ഭരണസമിതികളിൽ LDF-നാണ് ഭൂരിപക്ഷം. സെനറ്റിൽ പ്രതിപക്ഷവുമുണ്ട്. അവർ സർവകലാശാല നോമിനിയെ നിർദ്ദേശിച്ചാൽ VC-മാർക്ക് തള്ളാൻ സാധിക്കുമോ എന്ന നിയമപ്രശ്നമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഗവർണറുടെ ഇടപെടലുകൾ.